ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അച്ചപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ഷുഗർ, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഷുഗർ എടുക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇനിയും കൂട്ടി കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ 1/4 പാൽ ഞാനൊരു കപ്പായിരുന്നു എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് അച്ചപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ മാവിന് ഒരുപാട് തിക്നെസ് ഒന്നും വേണ്ട, നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ പോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടാവാനായി വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച്. അപ്പോൾ ഇതൊന്ന് ചൂടാവാനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2-3 മിനിറ്റ് നേരം വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ ഒരു 1/4 ഭാഗം മുക്കിയ ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് 2-3 സെക്കൻഡ് അവിടെ വെച്ച ശേഷം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ചിൽ നിന്നും റിമൂവ് ആയി കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ അടുത്തതും ചെയ്യാം. ഇനി അച്ചിൽ നിന്നും അച്ചപ്പം റിമൂവ് ആയി കിട്ടുന്നില്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ നല്ലപോലെ കഴുകി എണ്ണയിലിട്ട് വെച്ചാൽ മതി അച്ച്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ആയി കിട്ടുന്നതാണ്. ഒരു സൈഡ് ആവുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അച്ചപ്പം നല്ലപോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ അച്ചപ്പവും നമുക്ക് ചുട്ടെടുക്കാം.
ഇപ്പോൾ ഏകദേശം എല്ലാ അച്ചപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.